പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിന് നന്ദി പറഞ്ഞ് നല്ല ദിവസത്തെ സ്വീകരിക്കാം. സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട പാമ്പ്ളാനി പിതാവ് അച്ഛന് ലെറ്റർ കൊടുത്തതും അച്ഛനോട് സംസാരിച്ചതുമൊക്കെ ഇങ്ങനെയാണെന്നാണ് കേൾക്കുന്നത്. ഷൈജു ആൻ്റണി ആൾക്കാരും വന്ന് തല്ലും, അങ്ങനെ വഴക്കുണ്ടാക്കും, കലഹമുണ്ടാക്കും. അതുകൊണ്ട് അച്ഛൻ ഒരു കുർബാന, സിനഡ് കുർബാനയും ബാക്കിയെല്ലാം ഇങ്ങനെയും ചെയ്യണം. അച്ഛൻ പറഞ്ഞു അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഞാൻ ചെല്ലുകയാണെങ്കിൽ സിനഡ് കുർബാനയെ എല്ലത്തുള്ളൂ. അങ്ങനെ ഏതായാലും ആ ദേവാലയത്തിൽ സിനഡ് കുർബാന തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ശരിക്കും കള്ളൻ ആരാണെന്ന് ഇപ്പം മനസ്സിലായി. വടക്കു നിന്ന് വന്ന ഒരു കള്ളന് തെക്കത്തെ ഒരു കള്ളന്, ഈ എറണാകുളത്തെ ഒരു കള്ളൻ കൂടെ കൂട്ടായി. അപ്പോൾ ഇവരുടെ നേതാവ് ആരാന്ന് ഇപ്പം മനസ്സിലായി. ഷൈജു ആൻ്റണി അല്ല, ഷൈജു ആൻ്റണിക്ക് 2ാം സ്ഥാനം മാത്രം. അത് ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് തെറ്റൊന്നുമല്ല. കാരണം തൃശ്ശൂരിലെ പിതാവിനോട് പറഞ്ഞില്ലേ, കാല് കൈ ഞാൻ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞില്ലേ. മറ്റൊരു പിതാവിനോട് പറഞ്ഞില്ലേ, ഇവിടെ കയറി കാല് വെട്ടുമെന്ന് പറഞ്ഞില്ലേ. ഇതൊക്കെ പറഞ്ഞത് ഷൈജു ആൻ്റണി തന്നെ. പക്ഷേ പണി വരും. ഈ പാമ്പ്ളാനി പിതാവിനൊന്നും ബോധമില്ലേ? അത് ബുദ്ധി മാത്രമേ ഉള്ളൂ, ജ്ഞാനമില്ലേ? ഭയങ്കര പഠനം, ബൈബിൾ പഠിപ്പിച്ച് ബൈബിളിൽ നിന്ന് പുറത്തേക്ക് നരകത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന പഠിപ്പീരാണ്. ഇത്രയും വലിയ സ്ഥാനമൊക്കെ കിട്ടുമ്പോൾ അവിടെ കയറി ഈ വേണ്ടാത്ത സാധനം കയറിയിരിക്കുന്ന ആൾക്ക് ഇരുന്നിട്ട് കാര്യമില്ല. ഒരു വികാരവും ഇല്ലാത്ത വികാരിയാണോ? ഇവിടെ ഒരു കത്തനാരെ, പാവം പിടിച്ചൊരു കത്തനാർ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നിടത്തൊന്ന് പടലിക്ക് പിടിച്ച് ചവിട്ടിക്കൂട്ടിയിട്ടും തെറ്റാണെന്ന് പറയാൻ ആളില്ല. സഭയുടെ കൂടെ നിൽക്കണം, സഭ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞ് കൂടിയ ജനത്തോട് പറഞ്ഞ് നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കും. എവിടുത്തെ ആക്ഷൻ എടുക്കാനാ? അത് തന്നെ ചോദിക്കുന്നത്. ഒന്ന് ആക്ഷൻ എടുത്ത് കാണിച്ചേ, കൂരിയായി പിരിച്ചുവിടും. ഏതായാലും ഒത്തിരി കാലതാമസമില്ല. കരിയിൽ പിതാവിൻ്റെ അനിയനായിട്ട് പോകാം. അത് തന്നെ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം പാണ്ഡിത്യം തലക്കകത്ത് കയറിയിട്ട് ദൈവത്തെ വിട്ട് ചോടിപ്പോകുന്ന മറ്റു ചില അരൂപികളുടെ ആവാസമുള്ള മനുഷ്യനായി മാറിയിരിക്കുന്നു. കുപ്പായത്തിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യാനാ? ഈ കുപ്പായത്തിനകത്ത് നിൽക്കുന്നെങ്കിൽ കുപ്പായത്തിൻ്റെ മഹത്വം, അത് വിളിച്ചവനോടുള്ള വിശ്വസ്തത, അതാണ് വേണ്ടത്. വിമതരോടുള്ള വിശ്വസ്തത, അതാണ് നിങ്ങൾക്കുള്ളത്. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കുന്ന 1ാമത്തെ വ്യക്തി പേടിച്ച് മാറി നിൽക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും 2ാമത്തെ വ്യക്തി സൂപ്പർ സ്റ്റാർ കളിക്കുന്ന നിങ്ങളുമാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പണ്ടൊക്കെ പറയാനായിട്ട് കുറച്ചൊരു അറിവുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു അറിവൊന്നുമില്ല. എന്താണെന്ന് ചോദിച്ചാൽ സത്യം വിളിച്ച് പറയണ്ടേ. സത്യം വിളിച്ച് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിന് കിട്ടിയത് തല്ലും തൊഴിയും കുരിശുമാണ് കിട്ടിയത്. കൊല്ലാനും നശിപ്പിക്കാനും ഒക്കെയാണ് സാത്താൻ വരുന്നത്. എന്നാൽ ഞാൻ വന്നത് ജീവനുണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനും. ഈ സമൃദ്ധമായി ഉണ്ടായ ജീവനെ തല്ലിക്കെടുത്താൻ വന്നിരിക്കുന്ന സാത്താൻ കുപ്പായം മാറിയിട്ടിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ടെക്നിക്കലി കെണി വെച്ച് പിടിച്ച് ആത്മാക്കളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു അപ്പനായിരിക്കുന്നത് മനസ്സിലാകുന്നില്ല. അപ്പനാണെങ്കിൽ അപ്പനായിട്ട് ജീവിക്കണം. ഞങ്ങൾ പാവം പിടിച്ച അൽമായരൊക്കെ കുടുംബജീവിതം ഉള്ളവരാണെന്നേ. ഞങ്ങളൊക്കെ ഒത്തിരി ബലഹീനതകളും പോരായ്മകളും ഉണ്ടെങ്കിലും അപ്പമായി തീരുന്ന അപ്പനായിട്ടാണ് ജീവിക്കുന്നത്. ഒരുപാട് ബലഹീനതകളും പോരായ്മകളുണ്ട്. എന്നാലും പറയുകയാണ്, നിനക്കൊക്കെ എന്നാത്തിൻ്റെ കുഴപ്പമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ഇട്ടുമൂടാൻ കാശും മാർപ്പാടവും ദൂർത്തും സകല തിന്മകൾ ചെയ്യാനുള്ള ലൈസൻസായിട്ട് നിങ്ങൾ ഈ അധികാരസ്ഥാനത്തെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇറങ്ങിപ്പോയി കൂടെ? ഒന്നുകിൽ മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കരുതെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്ന വചനമൊക്കെ നിങ്ങൾ പ്രസംഗിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത മനുഷ്യനല്ലേ?
മറ്റൊരു ഈ ചെറിയവരിൽ ഒരുവന് ഉതപ്പുണ്ടാക്കുന്നതിലും ഭേദം പൊക്കവും അറിഞ്ഞുകൊള്ളുക, ഭൂമിയിൽ ഇനി ജീവിച്ചിരിക്കരുതെന്നാണ് പറഞ്ഞു വെച്ചത്. അതൊക്കെ എത്ര വാചാലമായി പ്രസംഗിച്ച പുള്ളികളാണ്. പിന്നെ ഞാൻ അങ്ങ് കണ്ണൂരിൽ നിന്ന് വന്നാൽ എന്നെ അങ്ങനെ പേടിപ്പിക്കുമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പേടിപ്പിക്കുമൊന്നും വേണ്ട, ഞങ്ങൾ പേടിപ്പിക്കാൻ നടക്കുന്നവരല്ലല്ലോ. ആണോ? ഷൈജു ആന്റണിയെ പോലെ പേടിപ്പിക്കാൻ നടക്കുന്ന ആരെങ്കിലും നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഷൈജു പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ പേടിപ്പിക്കാൻ നടക്കുന്നവരല്ലല്ലോ. ഞങ്ങൾക്ക് ദൈവഭയമുള്ള മാണിപ്പറമ്പിലച്ഛനെ പോലുള്ളവരുണ്ട് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിച്ചു തരാൻ. ദൈവവചനത്തിൻ്റെ ആഴവും പൊരുളും ആത്മീയ ജീവിതവും എന്താണെന്ന് പഠിപ്പിച്ചു തരാൻ. അതുപോലെ ഞങ്ങൾ MTNS ആൾക്കാരുണ്ട്, ശക്തമായി നിൽക്കുന്ന നസ്രാണി സംഘം. ഒരു ചുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് താമസമില്ല. ഞങ്ങളിങ്ങനെ കാത്തിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അല്പം താമസിച്ചാലും ഞങ്ങൾ വിജയിക്കും എന്നുള്ള 100% ഉറപ്പാണ്. നിങ്ങളെപ്പോലെയല്ല, ഭയപ്പെട്ട് നിൽക്കുന്ന നിങ്ങളെപ്പോലെയല്ല, ശക്തമായി പറയുന്നു വിജയിച്ചിരിക്കും. കാരണം ഞങ്ങൾ കർത്താവിൻ്റെ പക്ഷത്താണ്. കർത്താവ് ഞങ്ങളെ കാത്തുകൊള്ളും. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങൾ കർത്താവിനോടൊപ്പം ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൻ്റെ വലിയ ബലി അർപ്പിച്ച് ഞങ്ങൾ ജീവിക്കും. നിങ്ങളുടെ ഈ തോന്നിവാസക്കളി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയുമോ, പല പാവപ്പെട്ട മനുഷ്യരും ആ സെൻറ്റ് മേരീസ് ബസിലിക്കയുടെ മുന്നിൽ വന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന, കർത്താവേ ഇവിടുത്തെ തിന്മയെ അടിച്ചിറക്കണമേ, ഇനി ഇവിടെ വരാൻ പോകുന്ന അധികാരി അവനിലും തിന്മയാണെങ്കിൽ അടിച്ചിറക്കണമെന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ജനമുണ്ട്. ആരും ആൾക്കൂട്ടമായിട്ടല്ല വരുന്നത്, ഓരോരുത്തരായിട്ട് വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഉറപ്പാണ് അടിച്ച് പുറത്ത് പോയിരിക്കും. നിങ്ങൾ കള്ളത്തരം എല്ലാം കൂടെ മാർപ്പാപ്പ പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കുഴപ്പമാണ്. 34 രൂപതക്കാർക്കും ഇല്ലാത്ത ബോധം നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയേ? ഒരറ്റം മുതൽ തകർക്കാനൊരുങ്ങിയ ഒരു വലിയ സാത്താൻ്റെ സൈന്യം ഇല്ല. ഇതിനെ ഞങ്ങൾ അതിജീവിക്കും. ജെറിക്കോ കോട്ട തകർത്തതുപോലെ നിങ്ങളുടെ ഈ തിന്മയുടെ കോട്ട തകർക്കപ്പെടും. 100% ഉറപ്പ്. വിജയം കർത്താവിൻ്റെതാണ്. ഞങ്ങൾ കർത്താവിൻ്റെ കൂടെ ഉണ്ട്. തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ഏതായാലും ദൈവഭയത്തോടെ ജീവിക്കുന്നു, കഴിയുന്ന നന്മ ചെയ്ത് ജീവിക്കുന്നു, നല്ലത് പറഞ്ഞ് ജീവിക്കുന്നു. അതിന് പരിശുദ്ധാത്മാവ് ബലം തരുന്നുണ്ട്. ഏതായാലും പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഈ ദേവാലയം തുറക്കപ്പെടാനും അവിടെ എത്രയും വേഗം സിനഡ് പറഞ്ഞ ബലി അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാനും വിശ്വാസ ജീവിതം ജീവിക്കുവാനും ആഗ്രഹിച്ചു കൊണ്ടുപോകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് ഞങ്ങളെയും നിങ്ങളെയും സഹായിക്കട്ടെ. ക്ഷമിച്ചും സ്നേഹിച്ചും ചേർത്ത് പിടിച്ചും അനുഗ്രഹിച്ചും ആശ്വസിപ്പിച്ചുമൊക്കെ ഒന്നിച്ച് നിൽക്കാനാണ് ആഗ്രഹം. അല്ലാത്തവരൊക്കെ പുറത്തു പോയിട്ട് സ്വർഗം വിട്ട് ഇറങ്ങിയാൽ ലൂസിഫറിനെ പോലെ തന്നെ ദൂരെ ഒരു സ്ഥലത്തേക്ക് മറ്റെവിടെയെങ്കിലും പോയിക്കോ എന്ന് പറഞ്ഞ് പന്നിക്കൂട്ടത്തിൽ ചെന്ന് തരും. പന്നിയും പറഞ്ഞ് ഞങ്ങളുടെ കൂടെ നിൽക്കണ്ട, നിന്നെ ഞങ്ങൾക്ക് ചുമക്കാൻ പറ്റില്ല, പന്നിയും പോയി ചത്ത പോലെ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ആമേൻ. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ. ആരെങ്കിലും ഇത് പാമ്പ്ലാനി പിതാവിനും തട്ടിൽ പിതാവിനും ഒന്ന് അയച്ചു കൊടുക്കണം.